നമസ്കാരം. ഗ്രേപ്സ് നമ്മുടെ ഹോസ്പിറ്റലുകളെ ഡിജിറ്റലൈസ് ചെയ്യുന്ന കാര്യത്തിൽ വളരെ ശ്രദ്ധാലുക്കളാണ് നമ്മുടെ എല്ലാ എൻജിനീയേഴ്സും, നമ്മുടെ ഡെവലപ്മെൻറ്റ് ടീം, റിസർച്ച് ടീം എല്ലാം വളരെ ശ്രദ്ധയോടെയാണ് ചെയ്യുന്നത്. കാരണം വളരെ കാലങ്ങളായി ഹോസ്പിറ്റലുകളിലെ ഹെൽത്ത് ഇൻഫർമേഷൻസ് കൃത്യതയോടുകൂടി കീപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് പേഷ്യൻ്റ് സെൻട്രിക് ആയിട്ട് ഒരു ചികിത്സാ സംവിധാനത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഹോസ്പിറ്റലുകൾ ആ മാറ്റത്തെ ഉൾക്കൊള്ളാൻ പ്രയാസപ്പെടുമ്പോൾ സഹായിക്കാൻ പറ്റുന്നുണ്ട്. പഴയ കാലത്തെ ചികിത്സാ സംവിധാനങ്ങളിൽ നിന്ന് മാറി ഇന്ന് ഡിജിറ്റലൈസ്ഡ് ട്രീറ്റ്മെൻറ്റിലേക്ക് കാലഘട്ടം തന്നെ മാറിയിട്ടുണ്ട്. ഈ മോഡേണൈസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് മെക്കാനിസംസ് ഇന്ത്യയിൽ കഴിഞ്ഞ 25 കൊല്ലമായിട്ട്, അതായത് കാലത്തിന് മുമ്പേ ഓടുക എന്നൊരു തലത്തിൽ ഗ്രേപ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് ഇന്ത്യയിൽ 500-ൽ കൂടുതൽ ഹോസ്പിറ്റലുകളെ ഡിജിറ്റലൈസ് ചെയ്തുകൊണ്ട് ഈ യാത്രയിൽ ഏറ്റവും മുമ്പിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് ഗ്രേപ്സ് തന്നെയാണ്. ആശുപത്രിയിലുണ്ടാകുന്ന പല പ്രശ്നങ്ങളും ചികിത്സാ പിഴവുമായിട്ട് ബന്ധപ്പെട്ടല്ല. ചികിത്സാ പിഴവെന്ന് അവർ തെറ്റിദ്ധരിച്ചതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് കിട്ടാതെ വന്നതുകൊണ്ട് ഏതെങ്കിലും ഒരാളിനോട് ആശുപത്രിയായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനോട് ചോദിച്ചപ്പോൾ അവരുടെ കയ്യിൽ മുഴുവൻ ഡേറ്റ ഇല്ലാത്തത് കൊണ്ട് അവർ കൃത്യമായ ഇൻഫർമേഷൻ പാസ് ചെയ്യാത്ത സാഹചര്യത്തിൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന ബൈസ്റ്റാൻഡേഴ്സാണ് പല പ്രശ്നങ്ങളും തുടങ്ങി വയ്ക്കുന്നത്. പത്രമാധ്യമങ്ങൾ ചികിത്സാ പിഴവ് എന്നൊക്കെ വിളിക്കുമ്പോൾ ചികിത്സാ പിഴവിനപ്പുറം നമ്മളുടെ ഡേറ്റകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള പേപ്പർ വർക്കുകൾ ചെയ്യുന്ന ആശുപത്രിയിലുള്ള കഴിവ് കുറവാണ്. കാരണം ഈ പേപ്പറിൽ നിന്ന് ആരാണ് കൃത്യമായി ഇത് മോണിറ്റർ ചെയ്യുന്നത്? ഒരു വ്യക്തി അവിടെ ഇരുന്ന് മോണിറ്റർ ചെയ്ത് ഇവാലുവേറ്റ് ചെയ്ത് മറ്റൊരാളിനെ അറിയിച്ചാൽ മാത്രമേ ഈ ഇൻഫർമേഷൻ എത്തുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഡിജിറ്റലൈസേഷന് നമ്മുടെ ഹോസ്പിറ്റലിൽ ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ധാരാളം ഹോസ്പിറ്റലിൽ ഗ്രേപ്സ് സമീപിക്കുമ്പോൾ തന്നെ ഗ്രേപ്സ് പോലൊരു സോഫ്റ്റ്വെയർ ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ഒരു സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ. ഒരു HIMS സോഫ്റ്റ്വെയർ കുറച്ച് EMR ഫിറ്റ് ചെയ്ത് വെച്ച പല ടെമ്പററി സൊല്യൂഷൻസും കൊണ്ട് അവർക്ക് പലപ്പോഴും കാര്യങ്ങൾ നടക്കുന്നില്ല. അവിടെയാണ് 100% ഡിജിറ്റൽ മെഡിക്കൽ റെക്കോർഡ്സ്, ഇൻ്റഗ്രേറ്റഡ് ഡിജിറ്റൽ മെഡിക്കൽ റെക്കോർഡ്സ് എന്ന പേരിൽ ഗ്രേപ്സ് IDMR മാർക്കറ്റിൽ വളരെ സ്വാഭാവികമായ പ്രവർത്തനങ്ങളിൽ കൂടെ ആക്യുറസി ഓഫ് ട്രീറ്റ്മെൻറ്റ് ഉറപ്പുവരുത്തുന്നത്. അഡീഷണൽ ഒന്നും ചെയ്യണ്ട, നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൻ്റെ പോലും അളവ് കുറയുകയാണ്. ആ കിട്ടുന്ന ഇൻഫർമേഷൻസിനെ മാക്സിമം എടുത്തുകൊണ്ട് പ്രിസൈസ് സൊല്യൂഷൻസ് ട്രീറ്റ്മെൻറ്റിൽ കൊടുക്കുന്നതിന് ഡോക്ടേഴ്സിനെ ഹോസ്പിറ്റലിനെ എക്വിപ്ഡ് ആക്കുമ്പോൾ ആ ഒരു വലിയ സമൂഹം നാളെ ചോദ്യം ചെയ്യപ്പെടുന്നതിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. കാരണം ചികിത്സ വിജയിച്ചാൽ ആശുപത്രിയും ചികിത്സയും നല്ലത്. ഏതെങ്കിലും കാരണവശാൽ ആ ചികിത്സ പൂർത്തീകരിക്കാൻ നല്ല രീതിയിൽ പൂർത്തീകരിക്കാൻ കഴിയാതെ വന്നാൽ നമ്മളുടെ ഇൻറ്റഗ്രിറ്റി ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. അവിടെ വ്യക്തമായി രേഖപ്പെടുത്തപ്പെട്ട റെക്കോർഡുകൾ ആൻസർ ചെയ്തോളും ചോദ്യങ്ങൾക്ക്. ട്രാൻസ്പെറൻസി ഡിജിറ്റലൈസേഷന് വളരെ കൂടുതലുള്ളതുകൊണ്ട് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം പേഷ്യൻറ്റിന് ലഭിക്കുമെന്നത് കൂടുതൽ ആക്യുറസി കീപ്പ് ചെയ്യാൻ നമ്മളെയും സഹായിക്കും. പേഷ്യൻ്റ് ഇൻഫോംഡ് ആയിരിക്കുന്നതുകൊണ്ട് അനാവശ്യമായ പ്രശ്നങ്ങൾ ഒഴിവാകുകയും ചെയ്യും. കാർഡിയാക് പേഷ്യൻ്റ് പോലെ അല്ലെങ്കിൽ കീമോതെറാപ്പി കഴിഞ്ഞ് റേഡിയോ തെറാപ്പി കഴിഞ്ഞൊരു പേഷ്യൻറ്റിൻ്റെ ഫോളോ അപ്പ്, നെഫ്രോളജിയിൽ ക്രോണിക് ഡിസീസുമായിട്ട് സ്ഥിരമായി ഡയാലിസിസിനെത്തുന്ന പേഷ്യൻസ് പലപ്പോഴും ഡയാലിസിസിൻ്റെ ഇടയിൽ വൈറ്റൽ വേരിയേഷൻസ് ഇഗ്നോർ ചെയ്യപ്പെടാറുണ്ട്. അത് ലൈഫ് ത്രെട്ടണിങ് ആണ്. അവിടെയാണ് കൃത്യമായ ഇടവേളകളിൽ ഡിജിറ്റലൈസ്ഡ് എൻക്വയറീസ് വരികയാണ്. ഇപ്പോഴത്തെ വൈറ്റൽ ചെക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഡയാലിസിസ് ടെക്നീഷ്യൻ അത് എൻട്രി ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ അത് അലേർട്ടാകും. അങ്ങനെ എൻട്രി ചെയ്യുമ്പോൾ അവരുടെ അശ്രദ്ധ മൂലം പോലും ഒരു വൈറ്റൽസ് ഇഗ്നോർ ചെയ്യപ്പെടില്ല. ആ വേരിയേഷൻസ് കൗണ്ട് ചെയ്യപ്പെടുകയും അബ്നോർമാലിറ്റിയെ ഇൻഫർമേഷനാക്കി കൺവേർട്ട് ചെയ്ത് സ്പെഷ്യലിസ്റ്റിൻ്റെ കാര്യങ്ങളിൽ എത്തിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആക്ഷൻസ് എടുക്കാൻ പറ്റും. അപ്പോൾ ആശുപത്രികൾ സ്വസ്ഥമായ ശാന്തമായ സ്ഥലമാകുന്നതിന് ഡിജിറ്റലൈസേഷൻ വളരെയധികം ഉപകരിക്കും. നല്ല ആരോഗ്യമുള്ള ആയുസ് നീണ്ടു നിൽക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. ആയുസ് കൂടിയിട്ടുണ്ട്, ആരോഗ്യം മെച്ചപ്പെട്ടിട്ടുണ്ട്. അതിങ്ങനെ തന്നെ നിലനിർത്തണമെങ്കിൽ ഒരു രോഗാതുരമായ കമ്മ്യൂണിക്കേഷൻ വളരെ സുസ്ഥിരമായ കമ്മ്യൂണിക്കേഷനിലേക്ക് മാറേണ്ടതുണ്ട്. സോ അവിടെയാണ് ഡിജിറ്റലിൻ്റെ ട്രാൻസ്പെറൻസി നമ്മളെ സഹായിക്കുക. നമ്മുടെ ഹോസ്പിറ്റലുകൾ കഴിയുന്നത്ര വേഗം നമുക്ക് ഡിജിറ്റലൈസ് ചെയ്യാം. താങ്ക് യു.